ഫ്രീ മിഷന്റെ പുതിയൊരു ദിവസത്തേക്ക് വരികയാണ്. സോ ഇന്ന് എല്ലാവരും സബ്ജക്റ്റിൽ കണ്ടതുപോലെ എന്തുകൊണ്ടാണ് എൻ്റെ ബിസിനസ് ആൾക്കാർ മറക്കുന്നത്? ഒരു നല്ല സെയിലുണ്ടായി, അതുപോലെ നല്ലപോലെ കസ്റ്റമർ ഹാപ്പി ആയിരുന്നു, അവർ വീണ്ടും വരാമെന്ന് പറഞ്ഞു, പക്ഷേ പിന്നീട് അവരെ കണ്ടിട്ടില്ല. സോ അങ്ങനത്തെ ഒരു സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറയാം. നിങ്ങൾക്ക് തോമസ് ആൽവ എഡിസനെ കുറിച്ച് അറിയോ? അതെ, നമ്മളുടെ ബൾബ് കണ്ടുപിടിച്ച, ഫിലമെന്റ് ഉള്ള ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. സോ അദ്ദേഹം ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമായിരുന്നു നമ്മൾ കുറെ കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫിലമെന്റ് ഉള്ള ബൾബ് അദ്ദേഹം കണ്ടുപിടിച്ചത്. സോ ആ ഒരു ഇൻവെൻഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യമുണ്ടായി. സാർ, എങ്ങനെയാണ് പല രീതിയിൽ, അതും ഇതേവരെ ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിൽ, എങ്ങനെ ഈ ഫിലമെന്റ് ഉള്ള ബൾബ് കണ്ടുപിടിച്ചു? അപ്പൊ അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോട് പറഞ്ഞു, അത് വളരെ സിമ്പിളാണ്. കാരണം ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ ഫാക്ടറിയിൽ, എൻ്റെ പരീക്ഷണശാലയിൽ ഈ ഒരു ബൾബ് ഉണ്ടാക്കേണ്ടതെന്ന്. ഒന്നും കൂടെ പറയാം. ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നുണ്ട് എങ്ങനെ എൻ്റെ പരീക്ഷണശാല ഈ ബൾബിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. സോ ഞാൻ രാത്രിയിൽ സ്വപ്നം കാണുന്നു, പ്രഭാതത്തിൽ ഞാൻ എൻ്റെ പരീക്ഷണം തുടരുന്നു. അങ്ങനെ ഫൈനലി ഒത്തിരിയേറെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ ബൾബ് ഞാൻ കണ്ടുപിടിച്ചു. സോ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, സോ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം നമ്മളുടെ ബിസിനസ് ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ ഗോളുകൾ നേടിയെടുക്കുന്നതിന് ക്ലിയർ കട്ട് പിക്ചർ ആണെങ്കിൽ, നമ്മൾ സിനിമ കാണുന്നത് പോലെ ഇന്ന് ബിസിനസ് ഇങ്ങനെ ചെയ്യണമെന്ന് ഉറക്കത്തിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ രാത്രി കടന്നുറങ്ങുന്നു, നിങ്ങൾക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്നു. തികച്ചും അത്ഭുതം തന്നെ. പക്ഷേ അതിൻ്റെ പുറകിൽ തോമസ് ആൽവ എഡിസന് ഒരു വലിയ ഗോൾ ഉണ്ടായിരുന്നു, ഒരു വലിയ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ആ ഒരു ഡിറ്റർമിനേഷന്റെ പുറകിലാണ് അദ്ദേഹം ഒത്തിരി പരീക്ഷണങ്ങൾക്കപ്പുറം ആ ഒരു ബൾബ് കണ്ടുപിടിച്ചത്. സോ ഡിയർ ബിസിനസ് ഓണേഴ്സ്, നിങ്ങളോട് എനിക്കും പറയാനേ ഉള്ളൂ, അങ്ങനെ ഒരു ശക്തമായ ലക്ഷ്യം, ശക്തമായ ഗോൾ അല്ലെങ്കിൽ ഒരു മിഷൻ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു ബിസിനസ് ഗോള് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റൂ. സോ ഇന്ന് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ തന്നെ ഒരു പ്രോംപ്റ്റ് തരാം. അത് നിങ്ങൾ ക്ലാസ്സിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. കാരണം അതിൽ 1 by 1 ആയിട്ട് കുറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും. ChatGPT കൊടുക്കുക. ആ ചോദ്യങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും. സോ തികച്ചും വേറെ എവിടെയും ആ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നിങ്ങളുടെ പ്രൈവസിയാണ്. അതുമാത്രമല്ല, ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഡേ ബൈ ഡേ നമ്മുടെ പുതിയ ക്ലാസ്സുകളിലും പഠിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഗോളിൻ്റെ ക്ലാരിറ്റി കുറച്ച് കൂടുതലുണ്ടായാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും സംശയങ്ങളുണ്ടാവും. അത് ഞാൻ മറുപടി പറയാം. അപ്പോൾ ഞാൻ ആ പ്രോംപ്റ്റ് നിങ്ങൾക്ക് തരാം. ഈ പ്രോംപ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക ഫസ്റ്റ് തന്നെ. സോ ചാറ്റ് ബോക്സിൽ ആ പ്രോംപ്റ്റ് അവൈലബിൾ ആണ്. ഇത് കോപ്പി ചെയ്ത് സേഫായ ഒരു പ്ലേസിൽ വെക്കുക. ദെൻ ആഫ്റ്റർ ദ ക്ലാസ് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. കാരണം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൻ്റെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ, യൂട്യൂബിൻ്റെ ഒക്കെ ഒരു സ്വഭാവം നമുക്ക് കുറച്ച് പഠിക്കാം. കാരണം നിങ്ങളൊരു പ്രൊഡക്റ്റ്, അതായത് ഇപ്പോൾ ഒരു ബൊട്ടീക്ക് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, വെൽനസ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു പെയിൻ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റർ ഒരു കസ്റ്റമർ ഇഷ്ടപ്പെടുമ്പോൾ അവരൊന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ മനസ്സിലാക്കുന്നത് ഇതേ ടൈപ്പുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇതേ ടൈപ്പുള്ള പോസ്റ്റുകൾ ഈ ആൾക്ക് ഇഷ്ടമാണ്. അതായത് ഞാനൊരു ബുട്ടീക്കിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ എനിക്ക് അതേപോലെ തന്നെ പുതിയ ബുട്ടീക്കുകളുടെ, അതേപോലെ തന്നെ പുതിയ ഡ്രസ് കളക്ഷൻ്റെ ഫോട്ടോസ് സജഷനായി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളൊരു ഫോട്ടോ ലൈക്ക് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരാളെ ഫോളോ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പോസ്റ്ററിന് കമൻറ്റ് ചെയ്തതുകൊണ്ട് അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്? കാരണം ഇതാണ് സോഷ്യൽ മീഡിയയുടെ സ്വഭാവം. കാരണം അത് നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കാം. നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ്, ഒരു വെൽനസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബുട്ടീക്ക്, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഒരു പോസ്റ്റർ അതിനെ ബേസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നു. ദെൻ ഒരു കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നു, അവരൊന്നില്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അതല്ലെങ്കിൽ നിങ്ങളതിൽ ലൈക്ക് അടിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും.
അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരു പോസ്റ്റിൽ ഉണ്ടാവുന്ന എൻഗേജ്മെൻറ്റ്, ഇപ്പോൾ ലേറ്റസ്റ്റ് സോഷ്യൽ മീഡിയ, നിങ്ങൾ എത്ര നേരം ആ ഫോട്ടോ കാണുന്നു എന്ന് വരെ അനാലിസിസ് നടത്തുന്നുണ്ട്. ഒരു ഫോട്ടോ എത്ര നേരം നിങ്ങൾ സ്ക്രോൾ ചെയ്യാതെ മാറ്റാതെ പിടിച്ചു എന്നതുവരെ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം, അതിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. സോ എത്ര നേരം നിങ്ങൾ ഒന്നിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ്. സോ നിങ്ങൾ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റിൽ ഒരാൾ ഇൻട്രസ്റ്റ് കാണിച്ചു, അവർ ഫോണ് ഒന്നില്ലെങ്കിൽ ആപ്പ് ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ആഫ്റ്റർ 5 മിനിറ്റ്സ്, ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പോസ്റ്ററുകൾ അവരുടെ മുമ്പിൽ കൊണ്ട് ഇട്ട് കൊടുക്കും. ഒന്നും കൂടെ പറയാം, നിങ്ങളുടെ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്ത ആളോ കമൻറ്റ് ചെയ്ത ആളോ അതോ നിങ്ങളെ ഫോളോ ചെയ്തോ ആളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഫോട്ടോ പോസ്റ്ററുകൾ അത് സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കും. യു മേ ലൈക്ക് ദിസ്, സജസ്റ്റഡ് ഫോർ യു എന്ന ടാഗിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ കാരണം ഇതാണ്. നിങ്ങൾ ഏതോ ഒരു പോസ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത്, നിങ്ങൾ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ്, കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങി. സോ നിങ്ങളുടെ അടുത്ത പോസ്റ്റർ കാണുമ്പം അവർ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ അവർ ലൈക്ക് അടിക്കും. ദെൻ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ സിമ്പിളായിട്ട് സോഷ്യൽ മീഡിയ മുൻപിൽ കൊണ്ട് ചെന്ന് കൊടുക്കും. സോഷ്യൽ മീഡിയ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കും. സോ ഫൈനലി നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ AI ഷോർട്ട് കട്ടിലേക്ക് പോവാം. സോ നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് തരും, ആ പ്രോംപ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒത്തിരി ചോദ്യങ്ങളല്ല ശരിക്കും, നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് പ്ലാനുകളാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് തരിക. കാരണം അടുത്ത ആഴ്ച എന്ത് ചെയ്യണം, നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങൾ എന്താണ് പ്രശ്നം, പിന്നെ നിങ്ങളെ എന്തുകൊണ്ടാണ് കസ്റ്റമർ ഓർക്കുന്നത്, അതുപോലെ നിങ്ങളെ എന്തുകൊണ്ട് കസ്റ്റമർ മറക്കുന്നു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ പ്രോംപ്റ്റിലൂടെ കിട്ടും. സോ ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.